നമസ്കാരം. ഇന്ന് നമ്മളൊരു മല കയറുകയാണ്. ശരിക്കും കയറുന്നില്ല, പക്ഷെ നിങ്ങൾ തന്ന ഈ വിവരങ്ങളിലൂടെ നമ്മളൊരു യാത്ര പോവുകയാണ്. കോട്ടയത്തിന്റെ സ്വന്തം മീശപ്പുലിമല എന്നറിയപ്പെടുന്ന മുതുകോര മലയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അതെ. അപ്പോൾ ഈ കിട്ടിയ റിപ്പോർട്ടുകളും കുറിപ്പുകളുമൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണ് ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത? എന്തുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയത്? ഒരു സഞ്ചാരി എന്ന നിലയ്ക്ക് നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്? ഇതൊക്കെ നമുക്കിന്ന് ഒന്ന് ഡീപ്പ് ഡൈവ് ചെയ്യാം. തീർച്ചയായും നമുക്കതിന്റെ ഭൂമിശാസ്ത്രം, പിന്നെ കുറച്ച് ചരിത്രം, പരിസ്ഥിതി, ഇതൊക്കെ ഒന്ന് നോക്കാം. എന്താണ് ഈ മുതുകോരമല എന്ന് വ്യക്തമാക്കാം. അപ്പോൾ തുടങ്ങാം. കോട്ടയം ജില്ലയിലാണല്ലേ ഈ സ്ഥലം? അതെ, കോട്ടയം ജില്ല, പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലാണ് വരുന്നത്. ഓക്കെ. ഉയരം ഏകദേശം ഒരു 2400 അടി അത്രയും വരും. 2400 അടി. അപ്പൊ അവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ 4 ജില്ലകളുടെ വ്യൂ ആണെന്ന് കേട്ടു. അതെ, അതാണ് ഹൈലൈറ്റ്. അവിടെ മുകളിൽ നിന്നാല് നല്ല ക്ലിയർ കാലാവസ്ഥയാണെങ്കിൽ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, പിന്നെ എറണാകുളം 4 ജില്ലകൾ ഒറ്റയടിക്ക് കാണാം. ഒറ്റ ഫ്രെയിമിൽ കിട്ടും. അതൊരു വലിയ കാര്യമാണ്. ശരിയാണ്. പക്ഷെ അങ്ങോട്ട് എത്തുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്നും പറയുന്നുണ്ടല്ലോ. ഇല്ല, അത്ര എളുപ്പമല്ല. വഴി കുറച്ച് ബുദ്ധിമുട്ടാണോ? നല്ല കുത്തനെയുള്ള കയറ്റമാണ്. പിന്നെ വഴി അത്ര സുഖമല്ല. ഇടുങ്ങിയ വഴികളാണ്, പാറക്കെട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ ഈ കൊത്തപ്പുല്ല് എന്ന് പറയുന്ന ഒരു സംഭവം. അതെ, അത് ചിലയിടത്ത് നല്ല ഉയരത്തില് വളർന്നു നിൽക്കുന്ന പുല്ലാണ്. അതിനിടയിലൂടെ ഒക്കെ വേണം പോകാൻ. ഓക്കേ. കൂടെ നല്ല കാറ്റും കാണൂലേ? നല്ല കാറ്റാണ്. ഒരു സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. റൈറ്റ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഒരു തരത്തിൽ അതിന്റെ ഒരു ആകർഷണം എന്ന് പറയാം. അതെ, ആ ഒരു ചലഞ്ച്. പിന്നെ അവിടുത്തെ കാലാവസ്ഥയുടെ കാര്യമെടുക്കണം. അതെങ്ങനെയാണ്? അത് ഭയങ്കര പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോ ഒരു അരമണിക്കൂർ നിൽക്കുമ്പോഴേക്കും 4 തരം കാലാവസ്ഥ കണ്ടെന്നിരിക്കും. അമ്പടി വെയിലും മഴയും മഞ്ഞും ഒക്കെ മാറി മാറി വരുമോ? വരും. വെയില്, പെട്ടെന്നൊരു മഴ, പിന്നെ കോടമഞ്ഞ് വന്ന് മൂടും. അങ്ങനത്തെ ഒരു അവസ്ഥയാ. ഇതൊരു മൈക്രോ ക്ലൈമറ്റ് എന്ന് പറയും. ആ ഒരു ചെറിയ പ്രദേശത്ത് മാത്രമുള്ള ഒരു കാലാവസ്ഥാ രീതി. ഓക്കെ. അപ്പൊ പോവാനായിട്ട് ഒരുങ്ങുമ്പോൾ ഇത് മനസ്സിൽ വെക്കണം. ഏത് സമയമാണ് അങ്ങോട്ട് പോകാൻ ഏറ്റവും നല്ലത്? സാധാരണഗതിയിൽ സെപ്റ്റംബർ തൊട്ട് ഒരു ഫെബ്രുവരി വരെയുള്ള സമയമാണ് നല്ലത്. തണുപ്പുള്ള സമയം. അതെ, നല്ല തണുപ്പും മഞ്ഞുമൊക്കെയുള്ള സമയം. എന്നുവെച്ചാല് മഴക്കാലം ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്താ കാരണം? ഒന്ന്, വഴികൾ കൂടുതൽ വഴുക്കും. ഈ പാറക്കെട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് അത് അപകടമാണ്. പിന്നെ ഇടിമിന്നലുള്ള സമയത്താണെങ്കിൽ ഒട്ടും സേഫ് അല്ല. ശരി. അപ്പോൾ ഈ പ്രകൃതി ഭംഗി, സാഹസികത, ഇതല്ലാതെ മുതുകുരമലയ്ക്ക് വേറെന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? ഒരു ചരിത്രപരമായ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ഞാൻ ഈ ജെ മർഫിയുടെ കാര്യം വായിച്ചിരുന്നു. മർഫി സാഹിബ് ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ റബ്ബർ തോട്ടം തുടങ്ങിയ ആളല്ലേ? അതെ, ഐറിഷുകാരനായ ജെ മർഫി. അദ്ദേഹത്തിന്റെ ഒരു ബംഗ്ലാവും പിന്നെ അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലവും ഇവിടെ അടുത്താണ്. അതിനൊരു പേരുണ്ടല്ലോ, മാർക്കി സാഹിബിന്റെ ബംഗ്ലാവ്. അതെ, മാർക്കി സാഹിബിന്റെ ബംഗ്ലാവ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അപ്പൊ കേരളത്തിന്റെ റബ്ബർ ചരിത്രത്തിന്റെ ഒരു ഓർമ്മ എവിടെയുണ്ട്? തീർച്ചയായും. കേരളത്തിന്റെ ഒരു സാമ്പത്തിക കാർഷിക ഭൂപടത്തിൽ തന്നെ വലിയ മാറ്റം വരുത്തിയ ഒരു കാര്യമാണല്ലോ റബ്ബർ കൃഷി. അതിന്റെ തുടക്കം കുറിച്ച ആളുമായി ബന്ധപ്പെട്ട സ്ഥലം. അതുപോലെ മറ്റൊന്ന് പൂഞ്ഞാർ കൊട്ടാരം. പൂഞ്ഞാർ രാജവംശം. അതെ, പുരാതന പൂഞ്ഞാർ രാജ്യത്തിന്റെ ആസ്ഥാനമായിരുന്നു അത്. അതും ഇവിടെ അടുത്താണ്. പാണ്ഡ്യ രാജവംശവുമായിട്ടൊക്കെ ബന്ധമുള്ള കൊട്ടാരമാണ്. അവിടെ പഴയ സാധനങ്ങളൊക്കെ കാണാനുണ്ടാവോ? ഉണ്ട്. പഴയ രാജകീയ വസ്തുക്കൾ, പല്ലക്ക്, ദ്രോണി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ, പഴയ വാസ്തുവിദ്യ, അതൊക്കെ കാണാം. കൊള്ളാം. അപ്പൊ മലകയറ്റം മാത്രമല്ല, കുറച്ച് ചരിത്രവും അറിയാം. അതെ. ഇനി യാത്രയുടെ കാര്യം, എങ്ങനെയാണ് അങ്ങോട്ട് എത്തുന്നത്? സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടാണല്ലോ ഇപ്പൊ കൂടുതൽ പേര് പോകുന്നത്. കൂടുതലും അങ്ങനെയാണ് അറിഞ്ഞു തുടങ്ങിയത്. എന്നാലും വാഗമൺ പോലെയോ മൂന്നാർ പോലെയോ ഒരു വലിയ ടൂറിസ്റ്റ് തിരക്ക് ഇതുവരെ വന്നിട്ടില്ല. എത്താനായിട്ട് കൈപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് മലയുടെ അടുത്തേക്ക് ഒരു 3 കിലോമീറ്റർ. അതൊരു ഓഫ് റോഡ് യാത്രയാണ്. ഓഫ് റോഡ്? അപ്പൊ സാധാരണ കാറിലൊന്നും പോകാൻ പറ്റില്ല? ഇല്ല. നല്ലത് 4 വീൽ ഡ്രൈവ് ജീപ്പോ അല്ലെങ്കിൽ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയോ ആണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടും. ശരി. പോകുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനം, വണ്ടിയിൽ ആവശ്യത്തിന് ഫ്യൂവൽ ഉണ്ടെന്ന് ഉറപ്പാക്കണം. കാരണം അടുത്തൊന്നും പെട്രോൾ പമ്പ് ഇല്ല. പിന്നെ കയ്യിൽ കുടിക്കാൻ വെള്ളം, എന്തെങ്കിലും ലഘുഭക്ഷണം, അതൊക്കെ കരുതുന്നത് നല്ലതാണ്. മലമുഖയിലൊന്നും കടകളോ മറ്റുമില്ല. താമസ സൗകര്യങ്ങളോ അവിടെ അടുത്ത് കിട്ടുമോ? ഇല്ല. മലയുടെ തൊട്ടടുത്ത് താമസിക്കാൻ സൗകര്യങ്ങൾ വളരെ കുറവാണ്.
മിക്കവാറും അടുത്തുള്ള ടൗണുകളിൽ, ചിലപ്പോ വാഗമൺ അല്ലെങ്കിൽ പാല, കോട്ടയം ഇവിടെയൊക്കെ താമസിച്ച് ഒരു ഡേ ട്രിപ്പായിട്ട് വരുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ മുതുകോരമല എന്ന് പറയുന്നത് വെറുമൊരു കാഴ്ച കാണാനുള്ള സ്ഥലം മാത്രമല്ല. അല്ല, സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക്, പിന്നെ ഈ 4 ജില്ലകളുടെ ഒരു പെനോറമിക് വ്യൂ കിട്ടണമെന്നുള്ളവർക്ക്, അതോടൊപ്പം കേരളത്തിന്റെ റബ്ബർ കൃഷിയുടെ ചരിത്രം, ഒരു പഴയ രാജവംശത്തിന്റെ ഓർമ്മകൾ, ഇതെല്ലാം കൂടിച്ചേർന്ന ഒരിടമാണ്. ഒരു യാത്രയിൽ ഇത്രയും കാര്യങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് അതൊരു നല്ല അനുഭവമാണ്. തീർച്ചയായും. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണത്? ഈ സ്ഥലം കൂടുതൽ ആളുകൾ അറിഞ്ഞു തുടങ്ങുമ്പോൾ കൂടുതൽ സഞ്ചാരികൾ ഇങ്ങോട്ട് വരുമല്ലോ. വരും. അപ്പോ ഇത്രയും ലോലമായ ഒരു പരിസ്ഥിതിയാണ് അവിടെ. ഈ പുൽമേടുകൾ, അവിടുത്തെ ജൈവ വൈവിധ്യം, ഇതിനെയൊക്കെ എങ്ങനെ സംരക്ഷിക്കും? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ വർദ്ധിച്ചുവരുന്ന ടൂറിസവും ഈ സ്ഥലത്തിന്റെ തനിമയും പരിസ്ഥിതി സംരക്ഷണവും ഇതെങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും? ശരിയാണ്. നമ്മുടെ യാത്രകൾ എത്രത്തോളം ഉത്തരവാദിത്തമുള്ളതാവണമെന്നൊരു ചിന്ത. അതെ, ഓരോരുത്തരും അങ്ങോട്ട് പോകുമ്പോൾ അതും കൂടെ മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. ഈ പ്രകൃതിക്ക് കോട്ടം തട്ടാതെ എങ്ങനെ ഇത് ആസ്വദിക്കാം, സംരക്ഷിക്കാമെന്നത്.